Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് എക്സാമിനേഷന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. 2026 ഫെബ്രുവരി 22 നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള എക്സാമിനേഷന്റെ ഡേറ്റ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. എല്ലാവരും നല്ല രീതിക്ക് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പേപ്പർ 2 ഹിസ്റ്ററിയുടെ പഠനമൊക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പേപ്പർ 2 ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കേരള സെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും once again welcome to I Plus Training Solutions. നോക്കൂ, നമുക്ക് നമ്മുടെ എക്സാം പാറ്റേൺ തന്നെ ആദ്യം നോക്കാം. നമ്മുടെ എക്സാം വരുന്നത് 2 ഷെഡ്യൂൾ ആയിട്ടാണ്. ദാറ്റ് മീൻസ് പേപ്പർ 1 ജനറൽ പേപ്പർ, ദാറ്റ് ഈസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്ന പേപ്പർ 1 120 മാർക്കിനാണ് പേപ്പർ 1. ദെൻ പേപ്പർ 2 നമ്മുടെ സബ്ജക്ട് പേപ്പർ ഹിസ്റ്ററി പേപ്പർ 120 മാർക്കിനായിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അതുകൊണ്ട് തന്നെ 120 MCQs ആണ് ജനറൽ പേപ്പറിന് ഉള്ളത്. ദെൻ 120 MCQs തന്നെ സബ്ജക്ട് പേപ്പറിന് പേപ്പർ 2നും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും ഉള്ളത്. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുപോലെ തന്നെ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിലും 120 മിനിറ്റ് ആണ് വരുന്നത് ഫോർ ജനറൽ പേപ്പർ ആൻഡ് 120 മിനിറ്റ് ഫോർ പേപ്പർ 2. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും തന്നെ ഈ സെറ്റ് എക്സാമിനേഷന് വരുന്നില്ല എന്നുള്ളതും നല്ലൊരു കാര്യമാണ് അല്ലെ. ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും 2 ഓപ്ഷൻസ് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറക്കി കുത്താം. PSC എക്സാംസ് പോലെ ഒന്നും അല്ല അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാം എന്ന് മാത്രം. ഓക്കെ, നമുക്ക് സിലബസ് അനാലിസിസ് നോക്കുമ്പോൾ 6 യൂണിറ്റ്സ് ആണ് നമ്മുടെ കേരള സെറ്റ് ഹിസ്റ്ററിയുടെ സിലബസിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് നോക്കൂ, ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണ്. ദാറ്റ് മീൻസ് ഏതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ? റിസർച്ച് പേപ്പർ ആണ് അല്ലെ. നമ്മുടെ റിസർച്ച് മെത്തഡോളജി ആണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓരോ യൂണിറ്റിൽ നിന്നും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സിലബസ് സംബന്ധിച്ചിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയേ പറയാം. നമ്മുടെ യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണ്. 5 മൊഡ്യൂൾസ് ആയിട്ടാണ് യൂണിറ്റ് 1 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 6 യൂണിറ്റുകൾ ഉണ്ട്. ആ 6 യൂണിറ്റിനെയും നിരവധി മൊഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കുറവ് മൊഡ്യൂൾസ് ഉള്ളത് യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന റിസർച്ച് മെത്തഡോളജി പാർട്ടിനാണ് ഏറ്റവും കുറവ് മൊഡ്യൂൾസ് ഉള്ളത്. 5 മൊഡ്യൂളാണുള്ളത്. രണ്ടാമത്തെ യൂണിറ്റ് ഹിസ്റ്റോറിയോഗ്രാഫി ആണ്. രണ്ടാമത്തെ യൂണിറ്റ് 7 മൊഡ്യൂൾസ് ആണ് ഇതിൽ വരുന്നത്. ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ, ആ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ സ്റ്റൈലുകളൊക്കെ നമുക്ക് ഇവിടെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ യൂണിറ്റ് 3 കേരള ഹിസ്റ്ററി ആണ്. 12 മൊഡ്യൂൾസ് ആണ് കേരള ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. ആൻഷ്യന്റ് കേരള മുതൽ മോഡേൺ കേരള വരെയുള്ള കണ്ടംപററി കേരള വരെയുള്ള ഓൾമോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ ഈ കേരള ഹിസ്റ്ററി എന്നുള്ള ഈ ഒരൊറ്റ മൊഡ്യൂളിൽ ഈ ഒരൊറ്റ യൂണിറ്റിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി യൂണിറ്റ് 4 വരുന്നത് ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഇൻക്ലൂഡഡ് 11 മൊഡ്യൂൾസ്. 11 മൊഡ്യൂൾസ് ആണ് യൂണിറ്റ് 4 വരുന്നത്. ആൻഷ്യന്റും മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയും കമ്പൈൻ ചെയ്ത് ഒറ്റ മൊഡ്യൂൾ ആക്കി തീർത്തിരിക്കുകയാണ്. അത് 11 മൊഡ്യൂൾസ്, ഒറ്റ യൂണിറ്റ് ആക്കി തീർത്തിരിക്കുകയാണ്. അത് 11 മൊഡ്യൂൾസ് ആണ്. ദെൻ യൂണിറ്റ് 5 മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. 12 മൊഡ്യൂൾസ് ആയിട്ടാണ് യൂണിറ്റ് 5 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 6 സെലക്ടഡ് തീംസ് വേൾഡ് ഹിസ്റ്ററി, 11 മൊഡ്യൂൾസ് തന്നെയാണ്. ഈ വേൾഡ് ഹിസ്റ്ററിയുടെ A to Z കാര്യങ്ങൾ നമുക്ക് യൂണിറ്റ് 6 കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത് 11 മൊഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 2024 ജാനുവരി, ജൂലൈ, ദെൻ 2025 ജാനുവരി, ജൂലൈ
എക്സാമിനേഷന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാനിവിടെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഹോട്ട് ടോപ്പിക്സ്, അതായത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്ന കുറച്ച് ഏരിയാസ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹോട്ട് ടോപ്പിക് ആണ് അത് വന്നിട്ടുള്ളത് ഹിസ്റ്റോറിയോഗ്രാഫി അതുപോലെ മെത്തഡോളജി പാർട്ടിൽ നിന്നാണ്. അതിൽ ആദ്യത്തെ ഒരു ടോപ്പിക് ആയിട്ട് പറയുന്നത് ഡെഫിനീഷൻസ് ആണ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ദ ഹിസ്റ്റോറിയൻ ബിഫോർ യു സ്റ്റഡി ദ ഫാക്ട്. ഇത് ആര് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ ആണ് എന്നുള്ളത് ഒരു എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ആൻസർ എച്ച് കാർ ആണ്. ദെൻ എച്ച് കാറിന്റെ മറ്റൊരു ഡെഫിനേഷൻ ഉണ്ട് അല്ലെ, ഹിസ്റ്ററി ഈസ് ദ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗിൽ ഒരു ഡെഫിനേഷനിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇത്തരം ഡെഫിനേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ഡെഫിനേഷൻസിന് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ വലിയൊരു പൊസിഷൻ തന്നെയാണുള്ളത്. ബിക്കോസ് നമുക്ക് നമ്മുടെ സെറ്റിന്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഡെഫിനേഷൻ ആയിരിക്കും. അതല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പേജിൽ തന്നെ മിക്കവാറും ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം, അതായത് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് ഹെറഡോട്ടസിനെ ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? ഹു ഡിസ്ക്രൈബ്ഡ് ഹെറഡോട്ടസ് ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി? ആരാണ്? സിസേറോ. ഈ ഒരു ചോദ്യം ചോദിച്ച് ചിലപ്പോ LBSനും മതിയായിട്ടുണ്ടാവും, എഴുതി ഹിസ്റ്ററി ആസ്പിരൻസിനും മതിയായിട്ടുണ്ടാവും. അത്രയും തവണ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഹു ഡിസ്ക്രൈബ്ഡ് ഹെറഡോട്ടസ് ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി? സിസേറോ ആണ് അങ്ങനെ ഹെറഡോട്ടസിനെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തില് വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ മറ്റ് എക്സാംസിനെ ഇപ്പൊ നെറ്റിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, നെറ്റ് ഹിസ്റ്ററി എക്സാമിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെറ്റില് കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കുറച്ച് അധികമാണ് അല്ലെ. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നില്ലല്ലോ. അപ്പൊ ഈ ഡെഫിനീഷൻസ് എന്നുള്ള ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോവുക. ഈ രണ്ട് ടൈപ്പ് ആയിട്ടും നോക്കണം കേട്ടോ. അതായത് പക്ക ഡെഫിനേഷൻ ടൈപ്പിലും, അതല്ലാതെ ഇങ്ങനെ ആരെങ്കിലും മറ്റൊരാളെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തപ്പോ ഹെറഡോട്ടസിനെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ അത്തരം കൈൻഡ് ഓഫ് കാര്യങ്ങളുണ്ടല്ലേ, അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കണം. പിന്നെ അടുത്ത ഒരു ഏരിയ ആണ് ടെക്നിക്കൽ ടേംസ്. അതായത് ടെക്നിക്കൽ ടേംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കോളൂ. ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് സെപ്പറേറ്റ് പാർട്സ് ഓർ എലമെന്റ്സ് ടു ഫോം എ കോംപ്ലക്സ് ഹോൾ ഇസ് കോൾഡ് ഡാഷ്. മനസ്സിലായോ? അപ്പൊ എന്റെ ആൻസർ വരുന്നത് സിന്തസിസ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ടേംസ്, സിന്തസിസ്, എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ഇന്റേണൽ ക്രിറ്റിസിസം, അതല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക്സ്, ഹെർമന്യൂട്ടിക്സ്, പ്ലേജറിസം, അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ ടേംസ് നമ്മൾ മെത്തഡോളജി പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെ ഇബിഡ് ഓപ്സിറ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടാവാറില്ല സെറ്റ് ഹിസ്റ്ററിയിൽ. അത്രയും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഇബിഡ്, ഓപ്സിറ്റ്, ലോക്സിറ്റ്, ആ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള ടെക്നിക്കൽ ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഞാൻ അത്തരത്തിലുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ മോഡലാണ് ഞാനിവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഫസ്റ്റ് ഹോട്ട് ടോപ്പിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദ നെക്സ്റ്റ് ഹോട്ട് ടോപ്പിക് ഈസ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും വളരെ നല്ല ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. മെയിൻ ആയിട്ട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്. അതായത് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് ദ സ്മോളസ്റ്റ് സെഗ്മെന്റ് ഓഫ് സൊസൈറ്റി ഡ്യൂറിംഗ് ദ വേദിക് പീരീഡ്? അതായത് വേദിക് പീരീഡിലെ സ്മോളസ്റ്റ് സെഗ്മെന്റ് ഓഫ് സൊസൈറ്റിനെ എന്തെന്നാണ് വിളിക്കുന്നത്? എന്താണ്? കുല അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യനാന്ന് തോന്നുന്നുണ്ട്. സെറ്റ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവർക്ക് ഈ കുല ആൻസർ ആയിട്ട് വരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്. ഇനി മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ യൂണിറ്റ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊളിറ്റീനെ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഓരോ റൂളറിന്റെ ടൈറ്റിൽസ് ഉണ്ടല്ലോ. ഇതും ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഓരോ റൂളറിനെ നമ്മൾ ആൻഷ്യന്റ് കിങ്സിനെ, പ്രത്യേകിച്ച് ആൻഷ്യന്റ് കിങ്സിനെ നമ്മൾ പഠിക്കുമ്പോൾ
അവരുടെ ആൻഷ്യൻ കിങ്സിന്റെ എന്തെങ്കിലും അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ അവരെന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ബുക്കിലോ മറ്റോ മെൻഷൻ ചെയ്തിട്ടുള്ള ടൈറ്റിൽസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് റൂളർ വാസ് മെൻഷൻഡ് ഇൻ ഗ്രീക്ക് റെക്കോർഡ്സ് ആസ് അമിട്രോകാറ്റ്സ്. ബിന്ദുസാരനെയാണ് ഇത്തരത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മൗര്യൻ എംപറർ ആയിട്ടുണ്ടായിരുന്ന ബിന്ദുസാര ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനും അശോക ചക്രവർത്തിയുടെ പിതാവുമായിട്ടുള്ള വ്യക്തിയാണ് ബിന്ദുസാരൻ. ഈ അമിട്രോചാറ്റ്സ് പ്രൊണൗൺസിയേഷൻ ഒരു ഗ്രീക്ക് പ്രൊണൗൺസിയേഷൻ ആണ്. ആക്ച്വലി അമിത്രഗഥ, അതായത് ഡിസ്ട്രോയർ ഓഫ് എനിമീസ് എന്നാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ആർക്കിയോളജി സെക്ഷൻ ആണ്. അതായത് സൈറ്റുകള്, അതിന്റെ പ്രസന്റ് ലൊക്കേഷൻ, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതായത് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ആർട്ടിഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ ദ സൈറ്റ് ഇൻ ഹരിയാന വെർ ദ ലാപ്പിഡറി വർക്ക്ഷോപ്പ് വിത്ത് 3000 അൺഫിനിഷ്ഡ് ബീഡ്സ് വാസ് ഫൗണ്ട്. ആൻസർ വരുന്നത് കുണാലാണ്. ഹാരപ്പൻ സൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഹാരപ്പൻ സൈറ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സെറ്റ് സിലബസ് പ്രകാരം. അപ്പോൾ ഓരോ ഹാരപ്പൻ സൈറ്റും നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് ഏതാണ് പോർട്ട് സിറ്റി അല്ലെങ്കിൽ പോർട്ട് ടൗൺ ഏതാണെന്ന്, അല്ലെങ്കിൽ ഡോക്യാർഡ് ഉള്ള ഹാരപ്പൻ സൈറ്റ് ഏതാണ്, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മുന്നേ ഒക്കെ സെറ്റിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സെറ്റ് ഹിസ്റ്ററിക്ക്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി അതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചും കൂടി നെറ്റ് ഓറിയന്റഡ് ആയിട്ട്, നെറ്റ് എക്സാമിന്റെ ഏകദേശം ഒരു മോഡലിലേക്ക്, അത്രയും ഡിഫിക്കൽട്ട് എന്ന് ഞാൻ പറയില്ല, എന്നാലും ഏകദേശം ആ ഒരു മോഡലിലേക്ക് എത്താനായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് കൂടി നിങ്ങളുടെ പഠനം ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ കേരളത്തിലും ഇത്തരത്തിലുള്ള സൈറ്റുകളും നമ്മൾ കുറച്ചധികം പഠിച്ചിട്ടുണ്ട്. അതുപോലെ റോമൻ കോയിൻസ് ലഭിച്ചിട്ടുള്ള സൈറ്റുകള്, ഏതൊക്കെ ഈയാല്, അങ്ങനെ കുറെ അധികം സൈറ്റുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ കേരള ഹിസ്റ്ററിയിൽ. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റും മുഗൾസും ആണ്. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റ് മുഗൾസ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഒരു ഏകദേശം ഒരു നെറ്റ് ഹിസ്റ്ററിയുടെ സിമിലാരിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി ഇപ്പോ റീസെന്റ് ആയിട്ട് ഉള്ള സെറ്റ് ഹിസ്റ്ററിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. ഹു വാസ് ദ മാസ്റ്റർ ഗണ്ണർ ഓഫ് ഹ്യൂമയൂൺ? ഹ്യൂമയൂണിന്റെ മാസ്റ്റർ ഗണ്ണർ ആരായിരുന്നു എന്നുള്ളത് റൂമി ഖാൻ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ ഇമ്പോർട്ടന്റ്. ദെൻ മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ പ്രാക്ടീസ് ഓഫ് മെൻ പിയേഴ്സിംഗ് ദെയർ ഇയർ ഫോർ പേൾസ് സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഹും? ആരുടെ പീരീഡിലാണ്? ജഹാംഗീറിന്റെ പീരീഡിലാണ് അല്ലെ. അപ്പോ നമ്മള് ആ ഒരു സൊസൈറ്റീനെ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി, അതായത് ബേസിക് ഫാക്ടുകൾ മാത്രം നമ്മൾ പഠിച്ചു പോവാതെ ഇത്തരത്തിലേക്ക് കൂടി നമ്മുടെ പഠനം അങ്ങനെ അതിലേക്കും കൂടി ആഴ്ന്നിറങ്ങേണ്ട ആവശ്യകതയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫസ്റ്റ് കോൺക്വസ്റ്റ് ഓഫ് അക്ബർ. അതൊക്കെ കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള, നമ്മൾ അക്ബറിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ. പിന്നെ അക്ബറിന്റെ ഫാദറിന്റെ പേര്, അല്ലെങ്കിൽ മുഗൾ കിങ്സിന്റെ ക്രോണോളജി, അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. എന്നാൽ അതിലുപരി നേരത്തെ പറഞ്ഞ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് പ്രാക്ടീസ് ഓഫ് മെൻ പിയേഴ്സിംഗ് ദ എയർ, അതായത് കാതുകുത്തുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് എന്നാണ് പറയുന്നത്? അത് ആരുടെ? ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ. ദെൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ധാരാളം അഡ്മിനിസ്ട്രേഷൻ ടേംസ് ഈ ഡൽഹി സുൽത്താനേറ്റിലും അതുപോലെ മുഗൾ എംപയറിലും ഒക്കെ വരുന്നുണ്ട്. വാസിർ ഇ മുമാലിക്, അതുപോലെ സദർ, ദെൻ ദിവാനി അർസ്, അങ്ങനത്തെ കുറേ അധികം ടെക്നിക്കൽ ടേംസും ഇവിടെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ടേംസും ഇവിടെ വരുന്നുണ്ട്. ഓരോ ഉദ്യോഗസ്ഥരുടെ പേരായിട്ടും അതല്ലെങ്കിൽ ആ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ടും അത്തരത്തിലുള്ള ധാരാളം ടേംസ്, അഡ്മിനിസ്ട്രേറ്റീവ് ടേംസ് മുഗൾ പീരീഡിലും ഡൽഹി സുൽത്താനേറ്റിലും വരുന്നുണ്ട്.
അതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. വാദാൻ എന്നുള്ളത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഹെറിഡിറ്ററി ലാൻഡിനെയാണ് വാദാൻ എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനി അർസ് എന്നറിയപ്പെടുന്നത്? മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി പോകേണ്ടതാണ്. അതായത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കൂടി നമ്മൾ പഠിക്കുക. ദെൻ മോഡേൺ ഇന്ത്യൻ അതുപോലെ കേരള ഹിസ്റ്ററിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ഹിസ്റ്ററി നോക്കുമ്പോൾ അതിൽ കേരള റിഫോംസ്, അതായത് ഓരോ റിഫോം മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, ആത്മവിദ്യാ സംഘം, അതുപോലെ SNDP, സാധുജന പരിപാലന യോഗം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ, യോഗക്ഷേമ സഭ, NSS, അങ്ങനെ കുറച്ചധികം ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആരാണ് ഫൗണ്ട് ചെയ്തത്, അതിന്റെ പീരീഡ്, പിന്നെ അതിന്റെ ഒരു സ്ഥലം കൂടി നിങ്ങൾ ഒന്ന് പഠിക്കണം കേട്ടോ. ആക്ച്വലി ആത്മവിദ്യാ സംഘം, അതായത് ഓരോ ഓർഗനൈസേഷനും അതിന്റെ ഫൗണ്ടർ ആരാണെന്ന് മാത്രമേ സാധാരണ ചോദിക്കാറുള്ളൂ. എന്നാൽ ഇപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കൂടി നമ്മളൊന്ന് ആഡ് ഓൺ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നല്ലതാ. ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കൂ, ആത്മവിദ്യാ സംഘം ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? സ്വാമി വാഗ്ഭടാനന്ദനാണ് അല്ലെ. പിന്നെ മറ്റ് ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ്, മൂക്കുത്തി സമരം, അതുപോലെ അച്ചിപ്പുടവ സമരം, കല്ലുമാല സമരം, അങ്ങനത്തെ കുറച്ചധികം സ്ട്രഗിൾസ് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ലീഡേഴ്സിന്റെ പേരുകൾ ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ. വിച്ച് മൂവ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ? ആൻസർ ഏതാണ്? അച്ചിപ്പുടവ സമരം. ഓക്കെ, പിന്നെ മാറുമറയ്ക്കൽ സമരം, അങ്ങനെ കുറച്ചധികം തരത്തിലുള്ള സമരങ്ങൾ ഉണ്ട് അല്ലെ. ഓക്കെ, വില്ലുവണ്ടി സമരം, അങ്ങനെയൊക്കെ ഇല്ലേ. ഓക്കെ, പിന്നെ ഇത്തരത്തിലുള്ള പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ, ദെൻ കുണ്ടറ പ്രൊക്ലമേഷൻ, അതൊക്കെ വരുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഈ കേരള റിഫോംസ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ഇവന്റുകൾ, അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, അതല്ലെങ്കിൽ ദണ്ഡി മാർച്ച്, പിന്നെ 1857 റിവോൾട്ട്, അതൊക്കെ പഠിക്കും. അതൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ബംഗാൾ സ്പ്ലിറ്റ്, അതൊക്കെ ഉണ്ടാവുന്ന സമയത്തുള്ള വൈസ്രോയിമാർ ആരൊക്കെ, പിന്നെ വൈസ്രോയി മാറിയിട്ട് ജനറൽ ഗവർണർ, പിന്നെ ഗവർണർ മാറിയിട്ട് വൈസ്രോയി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ ആയത് എപ്പോഴാണ്, ഫസ്റ്റ് വൈസ്രോയി ആരാണ്, ഫസ്റ്റ് ഗവർണർ ജനറൽ ആരാണ്, അത്തരം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ നമ്മുടെ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറേയധികം റിവോൾട്ടുകൾ, അതായത് ഏർലി റെസിസ്റ്റന്റ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം മൂവ്മെന്റുകൾ, കുക്കാർ റിബല്യൺ, അതുപോലെ സാന്താൾ മൂവ്മെന്റ്, സാന്താൾ റിബല്യൻ, പോളിഗാർ റിവോൾട്ട്, അങ്ങനെ കുറച്ചധികം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എയർലി റെസിസ്റ്റന്റ് മൂവ്മെന്റ്സ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അതിന്റെ ലീഡേഴ്സിന്റെ പേരുകൾ ഓർമ്മയിൽ വെക്കുക. പിന്നെ പെസന്റ് സ്ട്രഗിൾസ്, അതുപോലെ ട്രൈബൽ മൂവ്മെന്റ്സ്, അതൊക്കെ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വേറെ കുറെ ഡീറ്റെയിൽസ് പഠിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യമായിട്ട് നമ്മൾ അതിന്റെ ആ ഒരു പേരും അതിന്റെ മെയിൻ ലീഡേഴ്സും കൂടി നമ്മൾ ഒന്ന് ഓർമ്മയിൽ വെക്കുക. നെക്സ്റ്റ് വേൾഡ് ഹിസ്റ്ററി ആണ്. വേൾഡ് ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് റെവല്യൂഷൻസും മോഡേൺ ഹിസ്റ്ററിയാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത്. റെവല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ റെവല്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ടല്ലേ. ഫ്രഞ്ച് റെവല്യൂഷൻ, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഒക്ടോബർ റെവല്യൂഷൻ ഒക്കെ നമുക്ക് പഠിക്കാം. ചൈനീസ് റെവല്യൂഷൻ, അങ്ങനെ കുറച്ചധികം റെവല്യൂഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പിലുള്ള റെവല്യൂഷൻസ് ഉണ്ട് അല്ലെ. അപ്പം ആ റെവല്യൂഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുക. അതുപോലെ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്സിയൽ പവേഴ്സ്, സെൻട്രൽ പവേഴ്സ്, അതിൽ വരുന്ന കൺട്രീസ് ഏതൊക്കെയാണ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ നമുക്ക് ഈ മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന്, അതായത് അല്ലെങ്കിൽ ഈ വേൾഡ് ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് റിനൈസൻസ് പീരീഡിൽ നിന്നും അതുപോലെ തന്നെ എൻലൈറ്റ്മെന്റ് പീരീഡിൽ നിന്നുമാണ്. അതായത് ദ പീരീഡ് ഓഫ് ഇൻവെൻഷൻസ്, അപ്പൊ അതായത് ഇപ്പൊ ഡൈനാമോ, ദെൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒരു പീരീഡ് ഒക്കെ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള പീരീഡുകൾ, ഇപ്പോൾ
സ്പിന്നിങ് ജെന്നി, സ്പിന്നിങ് മ്യൂള്, ലോക്കോമോട്ടീവ്, അങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ള കാര്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു സെക്ഷനിൽ നിന്ന് ധാരാളം കാണാറുണ്ട് കേട്ടോ. പിന്നെ ഈ നമ്മുടെ ഈ എൻലൈറ്റ്മെന്റിന്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ ധാരാളം പെയിന്റിങ്സ് വരുന്നുണ്ട്. ആ ഒരു പെയിന്റിങ്സും ആ പെയിന്റിങ്സിന്റെ ആരാണോ ചെയ്തത് അവരുടെ പേരും കൂടി ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ബുക്ക് ആൻഡ് ഓതർ ആണ്. ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന കാര്യമാണ് ബുക്ക് ആൻഡ് ഓതർ പഠിക്കണം മക്കളെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ലോ ഓഫ് വാർ ആൻഡ് പീസ്, ഹ്യൂഗോ ഗ്രോട്ടിയസിന്റെ ഒരു വർക്കാണത്. അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു പേരുകൾ എടുത്തിട്ടുള്ളത് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞിട്ടുള്ള എക്സാംസിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പേരുകളാണ് കേട്ടോ. ഓക്കെ, ദ ബെർത്ത് ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ, ബ്രിഡ്ജറ്റ് ആൻഡ് റൈമണ്ട് ആർക്കിൻ അവരുടെ ഒരു ബുക്കാണ്. നെക്സ്റ്റ്, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആസ് ടോൾഡ് ബൈ ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിയൻസ്, ഹെൻറി മിയേഴ്സ് ഇലിയറ്റ്. ഹെൻറി ഇലിയറ്റിന്റെ ഒരു വർക്കാണ് അത്. ഹെൻറി ഇലിയറ്റ് എന്നാണ് നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഹിന്ദു പാട്രിയോട്ട്, ഹരീഷ് ചന്ദ്ര മുഖർജിയുടെ, HC മുഖർജിയുടെ വർക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ബുക്ക് ആൻഡ് ഓതർ നമ്മൾ ക്ലാസ്സിൽ ഓരോ നമ്മൾ മൊഡ്യൂളുകൾ എടുത്തു പോകുമ്പോഴും ആ ഒരു മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്ക് ആൻഡ് ഓതർ നമ്മൾ പറഞ്ഞു പോവാറുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ യൂണിറ്റ് 1 കുറച്ചധികം ബുക്ക് ആൻഡ് ഓതേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിലും പറഞ്ഞു പോയിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഉള്ള കുറേ അധികം ബുക്ക് ആൻഡ് ഓതർ നമ്മൾ നോട്ടിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞു പോയ പോർഷൻസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് മാത്രമേ ചോദ്യം വരൂ എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ആ ഒരു ഏരിയാസ് ആണ് നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ റീസെന്റ് കഴിഞ്ഞിട്ടുള്ള എക്സാംസിന്റെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ദീസ് കൈൻഡ് ഓഫ് പോർഷൻസ് ആണ്. ബാക്കി സിലബസ് എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. നന്നായി തന്നെ സിലബസ് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഏരിയാസ് നിങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൂടാതെ നമ്മൾ സെറ്റ് ഹിസ്റ്ററിയുടെ സെറ്റ് എക്സാമിനേഷന്റെ ഒരു മാരത്തോൺ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. സെറ്റ് ഹിസ്റ്ററിയുടെ വരുന്നത് February 5th എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും തന്നെ ആ ഒരു MCQ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും അത് ഹെൽപ്ഫുൾ ആവും. നമ്മൾ ഒരു 50-60ഓളം ചോദ്യങ്ങൾ, ഏറ്റവും മോസ്റ്റ് റീസെന്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ അടക്കമാണ് നമ്മൾ ഒരു ലൈവ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ ഒരു സെറ്റ് ഹിസ്റ്ററി എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വിജയിക്കാനായിട്ട്, നല്ല മാർക്കോട് കൂടിയിട്ട് വിജയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. I+ന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു.